ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ സ്വന്തം നിസാർ ഇബ്രാഹിം ഹാൻഡ്സ് ബൺസൺ ചാലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മളൊരു JCB ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. JCB ടയറിൽ അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ടായി. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇന്ന് നമ്മൾ അതിനെ ക്ലീനിങ് ചെയ്യാൻ പോകുന്നത്. ക്ലീനിങ് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക മെത്തേഡിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പോവാണ്. ബാക്ക് ടു വർക്ക്ഷോപ്പ്. കുറേ നാളായിട്ട് ഇരുന്നുകൊണ്ടതാണ് കുറച്ച് പൂപ്പലൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട് കുറച്ച് ചെറിയ പൂപ്പലൊക്കെ ഉണ്ട്. ആ പൂപ്പലൊക്കെ ജസ്റ്റ് ബ്രഷൊക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ, ഉള്ളിൽ കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും. ബ്രഷ് ഇറങ്ങാനുള്ള ഹോൾസ് നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിലൂടെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു പൈപ്പ് എടുക്കുക, പൈപ്പ് PVC. അപ്പോൾ ഇതിന് ശേഷം അതിലൂടെ നമുക്ക് ജസ്റ്റ് വെള്ളം സാധാരണ രീതിയിൽ പുറത്തേക്ക് കളയാം. ഊതി കളയാണ് ചെയ്യാൻ പോണത്. കലങ്ങിയിട്ടുണ്ട്. വെള്ളം മാക്സിമം കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെളിവെള്ളം പോലെ ആയിട്ടുണ്ട്. കുറേ ഏകദേശം ഒരു മാസത്തിന് താഴെ ആയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലൊരു 3 ചത്തുപോയി. അത് ഞങ്ങൾ വേണ്ട ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല, അതുകൊണ്ടായിരിക്കണം. അതിനുശേഷം വേറെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം പിന്നീട് പായലും മറ്റു സാധനങ്ങളും അധികമൊന്നും ഇടാതെ തന്നെ നാച്ചുറലായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇവർക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സൈക്കിൾ ട്യൂബിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ എല്ലാ നട്ട് ബോൾട്ട് ഊരി കളയാൻ പോവാണ്. അങ്ങനെ പതുക്കെ ലീക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഗ്യാപ്പിലൂടെ എല്ലാതും വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ചെറിയൊരു സ്പാനർ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഊരിയെടുക്കാം. നട്ട് ബോൾട്ട് ലൂസാക്കിയതിൻ്റെ മുറക്കായിട്ട് ഓരോ സൈഡിലൂടെ വെള്ളം പതുക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മീനെടുക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. പതുക്കെ നട്ട് ബോൾട്ട് ലൂസാക്കി കൊടുത്താൽ നമുക്ക് വളരെ അങ്ങനെ പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പുറത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും പെർഫെക്റ്റായിട്ട് എല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു നയാഗ്ര വെള്ളച്ചാട്ടം ഇവിടെയാണ് കാണാൻ പറ്റുക നമുക്ക്. ഇപ്പോൾ എല്ലാതും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മാക്സിമം ഇങ്ങനെ തന്നെ നമുക്ക് വെള്ളം പുറത്തേക്ക്. ഇത് കുറേ സമയം എടുക്കും. അപ്പോൾ അതിന് നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. ആ മെത്തേഡ് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടീഷനിൽ കാണാൻ സാധിക്കും. നമുക്ക് പതുക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ സൈഡ് ചെറിയ സ്പാനർ ഉപയോഗിച്ച് പതുക്കെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. പുറത്തേക്ക് ഉയരെടുക്കാനാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് ഉയരെടുത്തതിന് ശേഷം ഇനി പതുക്കെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. മീൻ പിടിക്കാൻ എന്നെ കൊണ്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഷക്കീറിനെ വിളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് ഷക്കീറാണ്. ഷക്കീർ വന്നിട്ടാണ് ഇപ്പോൾ എല്ലാ മീനും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മീനൊക്കെ പിടിച്ച് ഒരു സൈഡിലാക്കിയതിന് ശേഷം കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് കുറച്ച് കൊറോഷനൊക്കെ നിങ്ങൾ കണ്ടിരുന്നത് കുറച്ച് നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കുറച്ച് കൊറോഷനൊക്കെ ഉണ്ടായിരുന്നു. ആ കൊറോഷനൊക്കെ കളഞ്ഞ് ഞങ്ങൾ പെയിൻറ്റൊക്കെ അടിച്ച് കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടില്ല. സ്പ്രേ പെയിൻറ്റ് പെട്ടെന്ന് കയറി പിടിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പതുക്കെ ഓരോ സൈഡ് എഡ്ജായിട്ട് നമ്മൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫിറ്റ് ആയതിന് ശേഷം ഓരോ എഡ്ജ് കറക്റ്റ് പാരലായതിന് ശേഷം എയർ അടിച്ച് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് ഓരോ സൈഡ് നമ്മൾ താഴെ നിന്ന് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം വീണ്ടും നമ്മൾ നട്ട് ബോൾട്ടോട്ട് റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഓരോ 4 നട്ട് ബോൾട്ട് നമുക്കുണ്ട് മെയിനായിട്ട്. അതിന് 4 സൈഡിൽ നമ്മൾ മുമ്പ് വീഡിയോസ് കണ്ടിരുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് 4 സൈഡിൽ നിന്നും നട്ട് ബോൾട്ട് ടൈറ്റ് ആക്കുക. പിന്നീട് വേണം നമുക്ക് വെള്ളം പോകാൻ പുതിയൊരു മെത്തേഡാണ്. ആ മെത്തേഡിൽ ചെയ്യേണ്ടത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹോൾ അടിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ അത് കത്തിക്ക് ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ ചെറിയൊരു ഹോസ് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലൂവൊക്കെ അടിച്ച് ചെറിയൊരു എൽബോ വെച്ചിട്ട് അതിന് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ചെറിയൊരു L ഷേപ്പിലാക്കിയിട്ട് നമ്മളതിൽ വെള്ളം പോകാവുന്ന ചെറിയൊരു മെത്തേഡിലാണ് നമ്മൾ അതിനെ ആക്കിയെടുക്കുകയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അത് പതുക്കെ ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ നന്നായി ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഇപ്പോൾ മീൻ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് തന്നെ മീൻ ചാവില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മീൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റണം എന്നില്ല. ഞങ്ങളൊരു ചെറിയ മെത്തേഡ് ചെയ്തത് മാത്രം. പിന്നീട് എങ്ങനെ നമുക്ക് മനസ്സിലായത് ഈ മെത്തേഡിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് തന്നെ കറക്റ്റ് ഫില്ല് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ കൂടുതൽ ആൽഗ വരാതെ നമുക്കത് സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും.
ഈ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ വളരെ ഈസി ആയിട്ട് വെള്ളം പുറത്ത് പോയിക്കണം. അപ്പോൾ ഏകദേശം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കാണിക്കുകയാണ്. കുറച്ച് ആളുകൾ ഞങ്ങളെ വരവും കാത്ത് നിൽക്കുന്നുണ്ട്. വേറൊരാൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ അതേപോലെ ഒരാൾ കാവലായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഞാൻ എൻ്റെ വരവ് പ്രത്യേകിച്ച് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ്. എന്താ ചാട്ടം അറിയാം അവർ. ഞാൻ വരുന്നതനുസരിച്ച് ഓരോരുത്തരായിട്ട് അതിൻ്റെ സൈഡിലേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ തീറ്റ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ അവർ കറക്റ്റായിട്ട് തിന്ന് പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞങ്ങൾ JCB Aquarium എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഉള്ളൂ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീണ്ടും കാണാം. ഗുഡ് ബൈ.